ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ, തങ്ങടെ വീടെവിടെ? ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, മാഷാ അല്ലാ. നിങ്ങൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അല്ലേ. നമ്മളെ പേരൊക്കെ ഒന്ന് പറയണേ. നമ്മൾ 2-3 എപ്പിസോഡ് മുമ്പ് പേര് പറഞ്ഞതാണ്. നർമിൻ, ജന്ന, നൂറ അല്ലേ. നിർമിൻ, നൂറ, ജന്ന. ഓക്കെ, നമ്മൾ വ്യത്യസ്തമായ കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണപാഠങ്ങളിലെ കഥകൾ. ഗുണപാഠമുള്ള കഥകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പഠിച്ചത്? കഥ കഴിഞ്ഞ എപ്പിസോഡില് മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന 3 മൃഗങ്ങളോട് പറിച്ചിനി. ഏതൊക്കെയാണ്? ഒന്ന് ഒട്ടകം, ഒന്ന് നായ, ഒന്ന് പൂച്ച. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വ്യത്യസ്തമായ സംഭവങ്ങളെ പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ എന്താണ് പറയണത്? ശ്രോതാക്കൾ ഇങ്ങനെ എന്ത് കഥയാണ് കേൾക്കുന്നത്? ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ രണ്ട് പിന്നെ സ്വഹാബികളെ കുറിച്ചാണ് അല്ലേ. ഒന്ന് ഉമർ റളിയല്ലാഹുവിന്റെ, പിന്നെ ഒന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. ആദ്യം ഏതാ പറയാ? ആദ്യം ഉമർ റളിയല്ലാഹുവിന്റെ കഥ. ഓക്കെ, ആര് പറയും? ജന്ന അല്ലേ. ജന്ന പറയാം. റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലേക്കെത്തി. ഇത് എത്താൻ കാരണം? ഉമർ റളിയല്ലാഹു ആരാണ്? ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീൻ, നേതാവാണ് അല്ലേ അവിടുത്തെ. അങ്ങനെ കാണാൻ വന്ന. അപ്പോൾ ജനങ്ങളോട് ചോദിച്ചു, എവിടെയാണ് ഉമറിൻ്റെ കൊട്ടാരം? അപ്പോൾ അവരെ ഇദ്ദേഹത്തിന് ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചു. അതിൽ എന്താണ് ഈ വന്ന ആള് എന്താ വിചാരിച്ചത്? ഈ കൊട്ടാരം വലിയ ആഡംബര ഒരു ഖലീഫയൊക്കെ ആവുമ്പോ അല്ലേ, പിന്നെ വലിയ കൊട്ടാരം, അവിടെ കുറച്ച് സെക്യൂരിറ്റിയും വാളൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെ ഒരുങ്ങി അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എന്തായാലും മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ എന്തുണ്ടാവും? സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അല്ലേ, തോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇദ്ദേഹം വിചാരിച്ചു സ്വാഭാവികം വിചാരിക്കുള്ളൂ അല്ലേ. പക്ഷെ ജനങ്ങൾ ഇയാളെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ചൂണ്ടിക്കാണിച്ചു. അതും തലയണല്ല, കൈ തലയണയാക്കി കിടക്കുന്ന, നിലത്ത് ഇങ്ങനെ കിടക്കുന്ന, മണ്ണിൽ കിടക്കണ ഒരാളെ കാണിച്ചു കൊടുത്ത്. പക്ഷെ ഈ വന്ന ആള് മനസ്സിലാക്കിക്കണോ ഇത് ഖലീഫ എന്നുള്ളത്? ഇല്ല. കാരണം ഖലീഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയല്ലോ എന്നാണ് മനസ്സിലാക്കണത്. ജനങ്ങൾ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ഖലീഫ, ഞങ്ങളെ ഖലീഫ. ഇയാള് അത്ഭുതപ്പെട്ടു പോയില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് വായിച്ചു നോക്കി, എന്താണുള്ളത്? ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നിർഭയനായിട്ട് ഒരു ഭയമില്ലാതെ കൂളായിട്ട് എന്ത് ചെയ്യാണ്? കിടക്കുന്നുള്ളതല്ലേ. ഉമർ നീതി കാണിച്ചിരിക്കുന്ന എല്ലാവരോടും ഉമർ അള്ളാഹു ചെയ്തിട്ടുണ്ട്. ആ നാട്ടില് ആളുകളോടൊക്കെ നീതി കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളേനി അല്ലേ. ആരും ഇതില്ല, ശത്രുക്കളില്ല, അങ്ങനെ രൂപത്തിൽ. അതുകൊണ്ട് ഉമർ അള്ളാഹു എന്ത് ചെയ്യാണ്? ഒരു പേടിയില്ലാതെ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം? മരത്തഞ്ച് ചോട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പൊ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കണം എന്താണ്? ഒന്ന് എന്താണ്, ഉമർ അള്ളാഹു ഒരു ഖലീഫയായിട്ട് പോലും എന്തില്ല, അതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഡംബര ജീവിതം കാണിച്ചിട്ടില്ല. മനസ്സിലായല്ലോ. അത് നമ്മളും എന്താ ചെയ്തേക്കണ്ടേ? നമുക്കുള്ളത് എന്ത് ചെയ്യാ? ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലേ. ഒരു ഖലീഫയായിട്ട് പോലും എന്തില്ല, ഞാൻ വലിയ ആളാണ്, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അഹങ്കാരം വന്നു പോയാൽ ആരും ചെയ്യൂല, നമ്മളെ വിജയത്തിൽ ആരും ഇഷ്ടപ്പെടില്ല. ഉദാഹരണങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പം നല്ല പഠിക്കണ കുട്ടികളുണ്ടാവും ചിലപ്പം, പക്ഷെ ചില കുട്ടികൾക്കൊന്നും ഉണ്ടാവും അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടാവും അല്ലേ. പക്ഷെ അപ്പം ആരും ചെയ്യില്ല, ആ കുട്ടി പഠിക്കുന്നുണ്ടോ, നല്ല കുട്ടിയാണോ, കാണാൻ ഭംഗിയുള്ള ഒന്നും നോക്കൂല. ആ കുട്ടിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ആരും ആ കുട്ടികളെ
ഇഷ്ടപ്പെടൂല. ഇല്ല. എന്താ അഹങ്കാരം പറഞ്ഞ എന്താണ്? അവർക്കൊരു ഗമ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, ചെറുതായിട്ട് കാണും. ഇല്ലേ, ഞാൻ മാത്രമാണ് പഠിക്കുന്ന കുട്ടി, ഓലൊക്കെ എന്ത് ചെയ്യാണ്, പഠിക്കാത്തവരാണെന്നുള്ളൊരു ഞാൻ മാത്രല്ല. ഞാൻ എന്നുള്ള ചിന്ത അവർക്ക് വരും. അല്ലേ? അപ്പം ഒന്നത്. രണ്ടാമത്തെ എന്താണ്, നമുക്ക് സമ്പത്തുണ്ടെങ്കിലും എന്ത് ചെയ്ത് ആഡംബരം നമ്മൾ ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും അമിതമായിട്ട് ചിലവഴിക്കുക, ആഡംബര ജീവിതം നയിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അതിനൊരു മാതൃകയാണ് ആര്? മുൻകഴിഞ്ഞു പോയ ഉമർ റളിയല്ലാഹുവും അതോടൊപ്പം തന്നെ സ്വഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? സ്വഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്വഹാബികളിൽ പല സ്വഹാബികൾക്കും വലിയ സമ്പന്നരായ സ്വഹാബികളൊക്കെ ഉണ്ടേനി. പക്ഷെ അവരാരും ഇതിലില്ല, ഒരു ആഡംബര ജീവിതം ഇല്ല. എന്നാൽ അവരൊക്കെ നയിച്ചിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. അല്ലേ? ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് എന്നിട്ടുണ്ട് വലിയ സമ്പന്നരായ ആളുകളൊക്കെ നേരിട്ടുണ്ട് ആഡംബര ജീവിതം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അത് മനസ്സിലായത് അള്ളാന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? വെറും നിസ്സാരരാണ് അല്ലേ അള്ളാന്റെ മുമ്പിൽ. അല്ലേ? നമുക്ക് കിട്ടുന്ന അനുഗ്രഹമൊക്കെ ഏത് നിമിഷം ചെയ്യും, നഷ്ടപ്പെടും. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ അനുഗ്രഹം നന്ദി കാണിക്കൽ എങ്ങനെയാണ്? അത് അള്ളാന്റെ മാർഗത്തിലൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് ആഡംബരം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അർത്ഥം പിന്നെ സമ്പത്തുള്ള ഒരാളും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിക്കുക അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതല്ല. ഉള്ളത് അതിൽ കാണുമ്പോൾ എന്നാൽ എന്ത് ചെയ്യരുത്, ഓവറാവും ചെയ്യരുത്. ഇതാണ് നമ്മളിൽ മനസ്സിലാക്കാനുള്ള വിഷയം. കാരണം ഉമർ റളിയല്ലാഹു ഒരു ഖലീഫയായിട്ട് പോലും വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതെല്ലാം തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, അലി റളിയല്ലാഹു, അങ്ങനെ എല്ലാ സ്വഹാബികളും. ഇപ്പം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു, പിന്നെ സഅദ് ബിൻ അബി വഖാസ്, അങ്ങനെ ഒരുപാട് പേരുള്ള, നമുക്ക് പരിചയമുള്ള പേരുകളുള്ള സ്വഹാബികളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഉമർ റളിയല്ലാഹു ഒരു ഖലീഫയായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലേ? എങ്ങനെ രാത്രിയൊക്കെ എന്ത് ചെയ്യും, വേഷം മാറിങ്ങാണ്ട് ഇറങ്ങി നടക്കും. രാത്രി വേഷം മാറി മനസ്സിലാവൂല ഇത് ആരാന്നുള്ളത്. ആ കോലത്തിൽ രാത്രി പോയിട്ട് ഓരോ വീട്ടിലും പോയിട്ട് എവിടെയെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നീതി കാണിച്ച ആളായിരുന്നു ആര്? മനസ്സിലായല്ലോ? ജനങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച്, ഇല്ല അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനത്തെ ഒരാളായിരുന്നു ആര്? ഇതേപോലെ വേറൊരു സംഭവം ഉണ്ട്. അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ വീട് അന്വേഷിച്ച് വന്ന ഒരു പെണ്ണ്. അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ വീട് പറയുമ്പോൾ അപ്പോഴും ചിന്തിക്കുന്നതാണ് ഖലീഫന്റെ വീടാണ്. ഉദാഹരണം നമ്മളിപ്പോ നമ്മുടെ നാട്ടില് പിന്നെ ഒരു മുഖ്യമന്ത്രിന്റെ വീട് കാണാൻ പോവുകയാണ്. അവർ മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രിയുടെ വീടാണ്, അടിപൊളി വീടാവും എന്നൊക്കെ. ഇതുപോലെ പെണ്ണെന്ത് ചെയ്യാണ്, റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി മുതാന്റെ വീടാണ് വരികയാണ്. അല്ലേ? നമ്മൾ ഒരു പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഇല്ലേ? ഏതാണ് പാട്ട്? തുടക്കം തന്നെ ഉണ്ടുസഖി. ഒരുപാട് ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ഹിറ്റായ ഒരു പാട്ടാണ് എന്ത്, ആ പാട്ട്. ആ പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് അത് വർണ്ണിക്കുന്നുണ്ട്. എന്ത്? ഉമർ റളിയല്ലാഹുവിന്റെ വീടിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്. പാട്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് പാടേണ്ടി വരും. അല്ലേ? ആരാ പാടുന്നു? പാടുമോ? ഓക്കെ. എൻ്റെ ആ ഭാഗം പാടിയാൽ മതി. അല്ലേ? ഒരു ഭാഗം ഉണ്ട്. എന്താണ് പിന്നെ, ഒരു കാര്യം ചൊല്ലു പെണ്ണേ ഉമർ ഖലീഫ താമസമെവിടെ. അല്ലേ? ആ വരിയാണ്. അതിലാണ് എന്ത് ചെയ്യുന്നത്, ആ സംഭവങ്ങൾ പറയണത്. ഓക്കെ, ഒന്ന് ഉഷാറായിട്ടൊന്ന് പാടി കൊടുക്കുക. ഈ എപ്പിസോഡിൽ പാട്ടും കൂടി ആയിക്കോട്ടെ. അല്ലേ? ഓക്കെ. ഒരു കാര്യം ചൊല്ലു പെണ്ണേ ഉമർ ഖലീഫ താമസമെവിടെ. ഒരു കാര്യം അവരോടോതാൻ തങ്ങടെ വീടെവിടെ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി നിങ്ങളിരിക്കൂ. ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. ഈ കൂര ഉമർ ഖലീഫ തങ്ങടെ വീടോ സുബ്ഹാനല്ലാ. ഇതുപോലെ വേറൊരു കുടിലുമി നാട്ടിലുമില്ലല്ലാ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി. സംഭവം എന്താണ്?
വളരെ അർത്ഥവത്തായ ഒരു വരികളാണല്ലേ. ഒരു സ്ത്രീ അവരെ വീട് ഏഹ്, ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആഴത്തേക്ക് വരുന്നത് ഉമർ റളിയല്ലാഹു അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മെമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു MLA ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാളെ വീട് പണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോയി കാണും ഇല്ലേ? അതുപോലെ ആ സ്ത്രീ എന്ത് ചെയ്യാണ്? അവരെ വീടൊന്ന് ഉഷാറാക്കാൻ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ആഴത്തേക്ക് ചെല്ലണത് ഉമർ ചെല്ലണത്. അപ്പൊ എന്താ കണ്ട കാഴ്ച എന്താണ്? റളിയല്ലാഹുവിന്റെ വീടും അത്രയും അതിനേക്കാൾ അതാ പറഞ്ഞതാണ്. പിന്നെ മിതമായ ആ എന്താ പറഞ്ഞത്? ഇതുപോലൊരു കൂര ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണിന്റെ വീടിനേക്കാള് ചെറുതാണ് മോശമായ ചെറിയ വീടായിരുന്നുള്ളത് ഉമർദാനെ വീണത്. അപ്പൊ നമ്മൾ ഇതിൽ രണ്ട് സംഭവം നമ്മളിപ്പോ ഈ പറഞ്ഞ കഥയിലും നേരത്തെ നമ്മൾ ഇതിന് മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞില്ലേ, കുറെ കാര്യം നമുക്ക് കഥയിലൂടെ പഠിക്കാൻ പറ്റും, പാട്ടിലൂടെ പാട്ടിലൂടെയും പഠിക്കാൻ പറ്റും. അപ്പൊ ഈ കഥയിലും പാട്ടിലും നമ്മൾ പഠിച്ചത് എന്താണ്? വളരെ ലളിതം ലളിതമായ ജീവിതം നയിച്ച ആരുടെ ചരിത്രമാണ് അല്ലേ? ഒരു പാട്ടിലും പഠിച്ച് കഥയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പം നമുക്കുള്ള പാഠം എന്താ ഇതിൽ? നമുക്ക് ചിലപ്പോൾ റബ്ബ് എന്ത് ചെയ്യും? ചിലപ്പം മനുഷ്യന്മാർ പല കോലത്തിലും ഉണ്ടാവും അല്ലേ? സമ്പത്തുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പം സമ്പത്തില്ലാത്തവരെന്ത് ചെയ്യുക? ഇല്ലാത്ത പോലെ എന്ത് ചെയ്യുക? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ലളിതമായി ജീവിച്ചു പോവുക. സമ്പത്തുള്ളവരോ ഉള്ള പോലെ ആഡംബരം ജീവിക്കാൻ വേണ്ടി അല്ല, അവരെന്ത് ചെയ്യണം? ആഡംബരം ഇല്ലാതെ എന്ത് ചെയ്യുക? അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തതിന് ചെയ്യണം, എന്ത് ചെയ്യണം? ആ ജീവിതത്തിൽ കാണും വേണം. പക്ഷെ പിശുക്കന്മാരായി പോവുകയും ചെയ്യരുത്. മനസ്സിലായല്ലോ? ഒരു പാകത്തില് ഒരു പാകത്തിന് എന്ത് ചെയ്യണം? ജീവിതം മുന്നോട്ട് നയിക്കണം. മാഷാ അല്ലാ. അതാണ് നമ്മളെ ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അൽഹംദുലില്ലാ. ഇനി നമ്മൾ അടുത്ത ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞിരുന്നു അല്ലേ നർമീൻ? ആരായിരുന്നു? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഓക്കെ, ആ സൽമാനുൽ ഫാരിസിയുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയിലേക്കാണ് നമ്മളിനി നമ്മുടെ കൂട്ടുകാർക്ക് അവർ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാ. ആരാണ്? നൂറിനല്ല പറയുന്നത്? നൂറിൻ എന്നാണ്? നൂറ. ഓക്കെ തുടങ്ങിക്കോളൂ. ഒരിക്കല് സൽമാൻ ഫാരസീനാണ് ആ നാട്ടിലത്തെ അമീർ മദായിനിലെ അമീർ. ഒരു ദിവസം ഒരു ഷാമുകാരനായ ഒരാള് നല്ല ഭാരമുള്ളൊരു സഞ്ചിയായിട്ട് വരുമായിരുന്നു. ഇയാൾക്കത് താങ്ങാൻ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ ഇയാൾ ആരെങ്കിലും കിട്ടുമോയെന്ന് അന്വേഷിക്കുകയാണ് ഇത് കൊണ്ടുപോകാൻ. അപ്പോൾ ആ സമയത്താണ് അയാൾക്ക് ആരെയും കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വഴി വരികയാണ്. അപ്പോൾ ഇയാൾ ഇത് പൊന്തിക്കോ എന്നൊരു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സൽമാൻ ഫാരിസി അത് എടുത്തു, അത് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ജനങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇയാളെ ഈ ഷാമുകാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളെ നാട്ടിലത്തെ അമീറാണ്, എന്താണ് നിങ്ങൾ ചെയ്യണത് ചോദിച്ചു. അമീറിനെ കൊണ്ട് ഏറ്റിക്കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ ഇയാൾക്ക് അറിയില്ല ഇത് അമീറാണ്. അപ്പോൾ ഇയാൾ ഈ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു, ഇത് ഇവിടെ ഇറക്കി വെച്ചോളും, എനിക്കറിയില്ലേനു അമീറാണ്. അപ്പോൾ സൽമാൻ ഫാരിസി പറഞ്ഞു, ഞാനിത് നിങ്ങളെ വീട് എത്തണ വരെ ഇത് ഏറ്റരാ, ഇത് ഞാനിപ്പോൾ ഇറക്കണ ഇത് ഞാനിപ്പോൾ ഇറക്കൂലെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല, ഇറക്കി വെക്കാൻ സമ്മതിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു കഥ ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളെ പറഞ്ഞില്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയം എന്ന് പറയാം നമുക്ക് അല്ലേ. വിനയം എന്നുള്ളത് ഭയങ്കര സൗന്ദര്യമുള്ള കാര്യമാണ്. നബിന്റെ ഏറ്റവും നല്ല സ്വഭാവം വിനയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് കാര്യം. ഒന്ന്, വിനയം നല്ല സൗന്ദര്യമാണ്. അഹങ്കാരം എന്താണ്? സൗന്ദര്യമുള്ളതല്ല. ഒരാളെ കാണാൻ സൗന്ദര്യം, പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ അയാളെ സൗന്ദര്യം നഷ്ടപ്പെടും. മനസ്സ് വിനയം ഇഷ്ടപ്പെടൂല. വിനയമുള്ള സ്വഭാവം ഇഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലേ. സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വിനയം കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ എന്താണ് നമ്മളെ സൽമാൻ ഫാസിൽ പറയാ, എന്ത് ഇയാൾ പറഞ്ഞപ്പോൾ ഞാനെന്നെ കൊണ്ടുപോയി, ഞാൻ ഇവിടുത്തെ അമീറല്ലേ, ജന്തു പണിയെ കാട്ടും ചോദിക്കാം. പക്ഷെ ഞാൻ അമീറാണെന്ന് പോലും പറഞ്ഞില്ല. നേരെന്ത് ചെയ്ത് അയാൾക്ക് ആ സഹായം ചെയ്തു കൊടുത്തുള്ളതാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കണത്. ഇതിൽ ഏറ്റവും പ്രധാനം വിനയം തന്നെയാണ് അല്ലേ. കാരണം ഒരു അമീറായിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വിനയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക്, നിങ്ങൾ എന്ത് പണിയെ കാട്ടുന്നത്, അമീറിനെ കൊണ്ടാണ് ചുമടേറ്റിക്കണം എന്ന് ചോദിക്കണം അല്ലേ.
പക്ഷെ അത് പറഞ്ഞിട്ടും അമീർ എന്ത് ചെയ്തില്ല, സൽമാൻ ഫാരിസി അള്ളാഹു അതിന് സമ്മതിച്ചില്ല. അയാളെന്ത് ചെയ്ത് ആ ചുമട് അദ്ദേഹത്തിന് വീട് വരെ എത്തിച്ച് ഇറക്കി കൊടുത്തിട്ടാണ് തിരിച്ച് പോരുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാടാണ് അല്ലേ. നമുക്കും ഉണ്ടാകേണ്ട ചില സ്വഭാവ ഗുണങ്ങളാണ് ഇതൊക്കെ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കഥയിൽ ലളിതമായ ജീവിതം. ഇതില് അഹങ്കാരം പാടില്ല, അഹങ്കാര വിനയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പൊ പെരുമാറണം. കുട്ടിയോട് നമുക്ക് എന്താ പറയാനുള്ളത് അല്ലേ. കുട്ടികൾ സ്കൂളിലൊക്കെ എന്തുണ്ടാവും, ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടാവും അല്ലേ. അവിടെയൊക്കെ നമ്മൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും വിനയത്തോടു കൂടി പെരുമാറണം. എല്ലാവർക്കും ഇഷ്ടപ്പെടണം. മനസ്സിലാവില്ലേ. വിനയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും. നമ്മൾ പറഞ്ഞില്ലേ, ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം, പൊങ്ങച്ചം ഇതുള്ള കുട്ടികൾ ആരും എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടൂല. നിങ്ങളെങ്ങനെ സ്കൂളിൽ ഭയങ്കര വിനയൊക്കെ അല്ലേ. നമ്മളെന്ത് ചെയ്യണം, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കാണണം. മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഒരു 2 സൽഗുണങ്ങൾ അല്ലേ. 2 ഗുണങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇൻഷാ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി പുതിയ ഗുണപാഠങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.